നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക് കാരേറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഡിസ്ക് ബൾജ്. ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും നടുവേദന, കഴുത്തുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ തുടർന്ന് ഈ വേദന, നടുവിലും കഴുത്തിലും ഉണ്ടാകുന്ന വേദന കയ്യിലേക്കും കാലിലേക്കും ഒക്കെ റേഡിയേറ്റ് ചെയ്ത് വരിക, കയ്യിലും കാലിലുമൊക്കെ പെരുപ്പൊക്കെ അനുഭവപ്പെടുന്നത്, കുനിയുമ്പോൾ വേദന അധികമാവുന്നത്, കുറച്ച് നടക്കുമ്പോഴോ കുറേ സമയം ഇരിക്കുമ്പോഴൊക്കെ വേദന കൂടുന്നത്, ഇരുന്നിട്ട് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ സിവിയർ ആയിട്ടുള്ള തലവേദന, ഷോൾഡറിലേക്കും കൂടി വരുന്ന വേദന, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും പേഷ്യൻസ് പറയാറുണ്ട്. MRI എടുക്കുമ്പോഴായിരിക്കും ഡിസ്ക് ബൾജ് ആണെന്ന് അറിയുന്നത്. നമ്മുടെ ബാക്ക് ബോൺ പല ചെറിയ ബോൺസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ചെറിയ ബോൺസിന് ഇടയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചറാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഡിസ്ക്. ഈ ഡിസ്കിന്റെ ഔട്ടർ ഭാഗം ടഫ് ആയിട്ടുള്ളതും എന്നാൽ ഉള്ളിൽ ഒരു ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു ഡിസ്കിന്റെ ഒരു പോർഷൻ ഒരു ബലൂൺ പോലെ വീർത്ത് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ഒരിക്കലും തിയർ അല്ല, അതൊരു ഏർലി സ്റ്റേജ് കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനിൽ അതിനെ അവഗണിക്കാൻ പാടില്ല. പലർക്കും കൺഫ്യൂഷൻ തോന്നുന്ന ഒരു കാര്യമാണ് ഡിസ്ക് ബൾജും ഡിസ്ക് ഹെർണിയേഷനും ഒന്നാണോ എന്നുള്ളത്. ഡിസ്ക് ബൾജ് ഒരു മൈൽഡ് കണ്ടീഷനാണ്, എന്നാൽ ഡിസ്ക് ഹെർണിയേഷൻ ഒരു സിവിയർ സ്റ്റേജ് ആണ്. ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാതിരുന്നാലോ നമ്മളതിനെ ശ്രദ്ധിക്കാതിരുന്നാലോ ലേറ്റർ സ്റ്റേജിൽ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ടാവാനുണ്ട്. തുടക്കത്തിലെ ചികിത്സിക്കുകയാണെങ്കിൽ ഈ ഡിസ്ക് ബൾജും ഡിസ്ക് ഹെർണിയേഷനും ഒക്കെ ഒരു സർജറി ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഡിസ്ക് ബൾജ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് തന്നെയാണ്. പ്രധാനമായിട്ടും IT പ്രൊഫഷണൽസും ഡ്രൈവർമാരും ഒക്കെ ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുമ്പോഴും തെറ്റായിട്ടുള്ളൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഒക്കെ ഡിസ്ക് ബൾജ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ വീട്ടമ്മമാരാണെങ്കിൽ ഒരു നിരന്തരം ഒരേ ടൈപ്പ് ജോലി, ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെടിച്ചട്ടികൾ ഡെയിലി ഇങ്ങനെ മാറ്റി വെക്കുക, എപ്പോഴും ചെടിച്ചട്ടി എടുക്കുക, ഒരുപാട് ക്ലീനിങ് ജോലികൾ ചെയ്യുന്നവർ, സഡൻ ആയിട്ടൊരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ജിമ്മിൽ പോയിട്ട് റോങ് ആയിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ ഗ്യാസ് സിലിണ്ടറോ വെള്ളത്തിൻ്റെ ക്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ട് വെയിറ്റ് ഉയർത്തുമ്പോഴോ, പെട്ടെന്നുണ്ടാവുന്ന വീഴ്ചയോ അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എല്ലിൻ്റെ തേയ്മാനം കൊണ്ടോ ഓവർ വെയിറ്റ് കൊണ്ടോ ഒക്കെ ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൊബൈൽ അഡിക്ഷൻ ഉള്ളവർക്കും കഴുത്തിൻ്റെ ഡിസ്കിന് ബൾജ് ഉണ്ടാവാറുണ്ട്. ഓവർ ടൈമായിട്ട് ഒരുപാട് നേരം റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുക. നെക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററിൽ കുറേ സമയം ഇരിക്കുമ്പോൾ കഴുത്തിൻ്റെ ഡിസ്കിന് ബൾജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എക്സസൈസ് തീരെ ഇല്ലാത്തൊരവസ്ഥയിലും ഒരുപാട് സിറ്റിംഗ് ജോബൊക്കെ ചെയ്യുന്നവർ എക്സസൈസ് തീരെ ചെയ്യാതിരിക്കുമ്പോഴും ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഡിസ്ക് ബൾജിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നടുവേദനയും കഴുത്തുവേദനയും തന്നെയാണ്. കൂടാതെ കൈകളിലേക്കും കാലുകളിലേക്കും പെരുപ്പ് അനുഭവപ്പെടുക, പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരിക, ചിലപ്പോൾ ഷോൾഡറിലും പെയിൻ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ കുനിഞ്ഞിട്ട് നിവരാനുള്ള ബുദ്ധിമുട്ട്, കുറേ സമയം ഇരിക്കുമ്പോഴുള്ള വേദന, നടക്കുമ്പോൾ വേദന, സ്റ്റെപ്പ് കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ തിരിച്ച് സീറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വെയിറ്റ് ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നടുവിലൊരു കൊളുത്തി പിടിക്കൽ പോലെ അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീല്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ലക്ഷണമാണ് സിവിയർ ആയിട്ടുള്ള തലവേദന. പലരും മൈഗ്രെയിൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും മാറാത്ത തലവേദന, ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴും കുഞ്ഞിരുന്ന് വായിക്കുമ്പോഴും കുറേ സമയം മൊബൈൽ നോക്കുമ്പോഴും ഒക്കെ സിവിയർ ആയിട്ടൊരു തലവേദന അനുഭവപ്പെടും. ഈ ഒരു ലക്ഷണം സെർവിക്കൽ ഡിസ്ക് ബൾജിൻ്റെ, അതായത് നെക്കിൻ്റെ ഡിസ്ക് ബൾജ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്ന് പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം അത് ഡിസ്ക് ബൾജ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ നടുവേദനയും എല്ലാ കഴുത്തുവേദനയും ഡിസ്ക് ബൾജ് അല്ല. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടൊരു ഡയഗ്നോസിൽ എത്താനായിട്ട് ശ്രദ്ധിക്കണം. ഡിസ്ക് ബൾജിനോട് കണക്ട് ചെയ്ത് നമ്മൾ കേൾക്കുന്നൊരു പേരാണ് സയാറ്റിക്ക. എന്നാൽ ഈ സയാറ്റിക്ക ഒരു ഡിസീസ് അല്ല, നെർവ് കംപ്രസ് ആവുന്ന ഒരു കണ്ടീഷനാണ് സയാറ്റിക്ക. നമ്മുടെ ലോവർ ബാക്ക് മുതൽ കാല് വരെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നെർവാണ് സയാറ്റിക് നെർവ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ഡിസ്ക് ബൾജ് കൊണ്ടോ, ഡിസ്ക് ഹെർണിയേഷൻ, അതായത് മസിൽസ് വല്ലാതെ സ്റ്റിഫ് ആയതുകൊണ്ടോ, ടൈറ്റ് ആയതുകൊണ്ടോ, ഒബേസിറ്റി, പിന്നെ ഒരുപാട് സമയം ഇരുന്നിട്ടുള്ള ജോലി, റോങ് പോസ്റ്റേഴ്സ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചയെ കൊണ്ട് ഈ ഒരു സയാറ്റിക് നെർവിന് കംപ്രഷൻ വരാം. അപ്പോഴും നമുക്ക് ആ ഒരു നടുവിൽ തുടങ്ങി കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നൊരു വേദന അനുഭവപ്പെടാം, ഒരു പെരുപ്പ് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് സയാറ്റിക്കയുടെ ലക്ഷണം. കൂടുതലായിട്ടും ഡിസ്ക് ബൾജിനോട് അനുബന്ധിച്ച് സയാറ്റിക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഡിസ്ക് ബൾജിൻ്റെ ടൈപ്സ് പറയുമ്പോൾ
നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു 7 വെർട്ടിബ്ര ഉണ്ട്. അതിനിടയിൽ വരുന്ന ഡിസ്കിൻ്റെ ബൾജിനെയാണ് സെർവിക്കൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. അതിന് തൊട്ടു താഴെ ഒരു മിഡ് സ്പൈനിൽ തൊറാസിക് ഡിസ്ക് ബൾജ്. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഏറ്റവും താഴെയാണ് ലംബാർ ഡിസ്ക് ബൾജ്, നമ്മുടെ നടുവിൻ്റെ പോർഷനിൽ വരുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ലംബാർ ഡിസ്ക് ബൾജാണ്. ഇനി വളരെ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഒത്തിരി സ്റ്റെപ്പിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുക, മരത്തിൽ നിന്ന് വീഴുക, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മുടെ ഏറ്റവും താഴെ പോർഷനുള്ള ഈ ഒരു കോക്കിക്സ് എന്നൊരു പോർഷൻ ഉണ്ട്. അതിന് ചെറുതായിട്ടൊരു മിസ്അലൈൻമെൻറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ചെറിയ പ്രായത്തിൽ അത് വളരെ ശ്രദ്ധിക്കാണ്ട് പോവുകയും ലേറ്റർ സ്റ്റേജിൽ കുറച്ച് നമ്മുടെ പ്രായം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥാനമാറ്റം, ആ ഒരു മിസ്അലൈൻമെൻറ്റ് മുകളിലോട്ടുള്ള ഓരോ വെർട്ടിബ്രയിലും ചെറുതായിട്ടൊരു സ്പേസ് മാറ്റം ഉണ്ടാവും. അത് പിന്നീട് ആ ഭാഗത്തുള്ള ഡിസ്കിനെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തള്ളാറുണ്ട്. അപ്പോഴും നമ്മുടെ ഒരു ചെറിയ പ്രായത്തിലുള്ള വീഴ്ചകൾ പിന്നീട് ഡിസ്ക് ബൾജിന് കാരണമാകാറുണ്ട്. സെർവിക്കൽ ഡിസ്ക് ബൾജ്, അതായത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക് ബൾജ് പ്രധാനമായിട്ടും IT പ്രൊഫഷണൽസും മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുന്നത്. കൂടാതെ സ്റ്റുഡൻസ് റോങ് ആയിട്ടുള്ള പോസ്റ്റേഴ്സിൽ കിടന്നിട്ട് പഠിക്കുക, രണ്ട് പില്ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് കിടന്ന് പഠിക്കുക, അങ്ങനെ തെറ്റായിട്ടുള്ള പോസ്റ്ററിൽ കുറേ സമയം കഴുത്ത് ബെൻഡ് ചെയ്തിട്ടിരിക്കുമ്പോഴൊക്കെയാണ് സെർവിക്കൽ ഡിസ്ക് ബൾജ് ഉണ്ടാവുന്നത്. തൊറാസിക് ഡിസ്ക് ബൾജ് അതായത് നമ്മുടെ ഒരു മിഡ് സ്പൈനിൽ വരുന്നത് ഒരു കോമൺ അല്ല, വളരെ റെയറായിട്ടേ ഉണ്ടാവാറുള്ളൂ. എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ റോങ് പോസ്റ്റേഴ്സ് കൊണ്ടോ മാത്രമാണ് ഉണ്ടാവുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ നടുവിൻ്റെ ഭാഗത്തുള്ള ലംബാർ ഡിസ്ക് ബൾജാണ്. അത് ഒരുപാട് സമയം ഇരുന്നിട്ട് ചെയ്യുന്ന ജോലി, ഡ്രൈവർ, IT പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ വെയിറ്റ് ഒത്തിരി എടുക്കുമ്പോൾ, പെട്ടെന്നൊരു സഡൻ വെയിറ്റ് എടുക്കുമ്പോൾ, ഒബേസിറ്റി, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ലംബാർ ഡിസ്ക് ബൾജ് വരാറുണ്ട്. നേരത്തെയുള്ള വീഴ്ചകളും ലംബാർ ഡിസ്ക് ബൾജിലേക്ക് നയിക്കാറുണ്ട്. ഇത് ഏതൊരു ഭാഗത്താണ് ഡിസ്ക് ബൾജ് ഉള്ളതെങ്കിലും നമ്മളൊരു ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ സർജറി ഇല്ലാതെ നമുക്കതിനെ പരിഹരിക്കാനും മാനേജ് ചെയ്ത് മുൻപോട്ട് പോകാനും സാധിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സ്വയം ചില കാര്യങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. അതിലൊന്ന്, കുറച്ച് സമയം ഇരുന്നിട്ട് എഴുന്നേറ്റ് നോക്കുക. അപ്പോൾ നടുവിലോ കാലിലോ ഒരു പെയിൻ അനുഭവപ്പെടുന്ന പോലെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കുനിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം എടുത്തു നോക്കുക. കുനിയുമ്പോൾ നടുവിലേക്കുള്ള വേദന, കാലിലേക്ക് റേഡിയേറ്റ് ചെയ്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. അതുപോലെ മലർന്ന് കിടന്ന് 2 കാലുകളും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. മുട്ട് വളയ്ക്കാതെ ഒരു കാല് പതുക്കെ ഉയർത്തുക. അതുപോലെ മറ്റേ കാലിലും ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നടുവിൽ ഒരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റ്നസ് പോലെ തോന്നുന്നത്, കാലിലോട്ടൊരു റേഡിയേറ്റ് ചെയ്തൊരു വേദന വരുന്നത്, തൈസിൻ്റെ അടിഭാഗത്തുള്ള നെർവ്സ് ഒരു കംപ്രസ്ഡ് ആയ പോലെ, ഒരു ഞെരുക്കം പോലെ അനുഭവപ്പെടുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊന്ന്, മലർന്ന് കിടക്കുക. വലത് കാലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെങ്കിൽ വലത് കാലിൻ്റെ പാദം ഉയർത്തി ഇടത് കാലിൻ്റെ മുട്ടിലേക്ക് വെക്കുക. ഇടത് സൈഡിലോട്ട് നമ്മുടെ വലത് കാല് ചരിച്ച് പിടിക്കുക. അതുപോലെ കഴുത്ത് വലത് സൈഡിലേക്ക് ചരിച്ച് പിടിക്കുക. ഇതുപോലെ അപ്പുറത്തെ സൈഡിലേക്കും ആവർത്തിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹിപ്പ് ഏരിയയിൽ നല്ലതായിട്ടൊരു സ്ട്രെച്ച് പോലെ ഫീൽ ചെയ്യും. ആ ഒരു സ്ട്രെച്ച് സിവിയറായിട്ട് തോന്നുവാണെങ്കിലും നമുക്കതൊരു ഡിസ്ക് ബൾജിൻ്റെ ലക്ഷണമായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉള്ളപ്പോഴും ഒരു മസിൽ സ്റ്റിഫ്നെസ് ഉള്ളപ്പോഴും ഈ ഒരു സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ഭാഗം നല്ലപോലെ ലൂസ് ആവുകയും നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ആവുകയും ചെയ്യാറുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ എക്സ്റേ എടുക്കാം. എക്സ്റേ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എക്സ്റേയിൽ കിട്ടില്ല. ശരിക്കും ഡിസ്ക് ബൾജിൻ്റെ ഒരു കറക്റ്റ് ഒരു കണ്ടീഷൻ അറിയാനായിട്ട് MRI തന്നെയാണ് ഏറ്റവും സഹായകമായിട്ടുള്ളത്. ആ ഒരു MRIയുടെ റിസൾട്ടും സിംറ്റംസും വെച്ചിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്. ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഏറ്റവും പ്രധാനം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെയാണ്. നമ്മുടെ പോസ്ചർ കറക്ഷൻ ചെയ്യുക. അതുപോലെ വർമ്മ തെറാപ്പി, ഡോൺ തെറാപ്പി, സ്ട്രെങ്തനിങ് ആൻഡ് സ്ട്രെച്ചസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഡിസ്ക് ബൾജ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ എക്സ്ട്രീം വീക്ക്നെസ്, സിവിയർ ആയിട്ടുള്ള നെർക്ക് കംപ്രഷൻ, ബ്ലാഡർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഡിസ്ക് ബൾജ് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകളിൽ പ്രധാനം നമ്മുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പെട്ടെന്നൊരു ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാതെ വളരെ കുറച്ച് വെയിറ്റ് എടുക്കുക. വളരെ ഹൈറ്റുള്ള പില്ലോ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു ഹെൽത്തി
ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. വിറ്റമിൻ ഡി, കാൽഷ്യം ഒക്കെ ചെക്ക് ചെയ്ത് അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. നമ്മൾ ഉറങ്ങുന്ന ഒരു സ്ലീപ്പിംഗ് പോസ്റ്റും കറക്റ്റ് ചെയ്യുക. മാട്രസ് ഒക്കെ കുഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിനെ പരിഹരിക്കുക. ഒത്തിരി ഹാർഡായിട്ടുള്ളതും ഒത്തിരി ഫോം ആയിട്ടുള്ളതും യൂസ് ചെയ്യാണ്ടിരിക്കുക. മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഒരു ഐ കോണ്ടാക്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പോസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റായിട്ടൊരു എക്സസൈസ്, സ്ട്രെച്ചിങ് ഫോളോ ചെയ്യുക. കുറേ ടൈം ഒരേപോലെ സിറ്റിംഗ് ജോബ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വാക്ക് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടാവാതെ പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ കോർ മസിൽസ്, ലോ ബാക്ക് മസിൽസ്, ഷോൾഡർ മസിൽസ്, നെക്ക് മസിൽസ് ഇതൊക്കെ വളരെ സ്ട്രോങ് ആണെങ്കിൽ തന്നെയും നമുക്കൊരു പരിധി വരെ ഈ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടാവാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡിസ്ക് ബൾജ് ഉള്ള ചില കണ്ടീഷനിൽ നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്നൊരു വെയിറ്റ് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒന്നൊരു ലോങ് ട്രിപ്പ് യാത്ര പോകേണ്ടി വരുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സഡനായിട്ട് വളരെ സിവിയർ ആയിട്ടൊരു നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ, നമ്മുടെ കൈ കാലുകളിലൊക്കെ എക്സ്ട്രീം ആയിട്ടൊരു വീക്ക്നെസ്, ബ്ലാഡർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ഒരു നെർക്ക് കംപ്രഷനും വളരെ സിവിയർ ആയിട്ട് എപ്പോഴും കാലും കൈയൊക്കെ പെരുപ്പ് അനുഭവപ്പെടുക, ചിലപ്പോൾ നമുക്ക് സെൻസേഷൻ പോലും ഫീൽ ചെയ്യാത്ത തോന്നാറുണ്ട്. ഇനി ഒരു കണ്ടീഷനിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡോക്ടറെ ഹെൽപ്പ് എടുക്കണം. അത്രയും ഒരു സിവിയർ കണ്ടീഷനിൽ ഈ ഒരു ഡിസ്ക് ബൾജ് ഹെർണിയേഷൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു സഡൻ പെയിൻ വളരെ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഒരു എക്സസൈസിലേക്കൊക്കെ പോകണം. ഡിസ്ക് ബൾജിൻ്റെ ഒരു റിക്കവറി ടൈം പറയുമ്പോൾ മൈൽഡ് കേസിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഹീൽ ചെയ്യാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഒരു മോഡറേറ്റ് കേസിൽ കുറച്ച് മാസങ്ങൾ എടുക്കും. ഇതെല്ലാം ഒരു പേഷ്യൻറ്റിൻ്റെ അവരുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് ആ ഫോളോ അപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ. സ്ട്രെങ്തനിങ് സ്ട്രെച്ചസ് എക്സസൈസ് കറക്റ്റായി കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നത്. സാധാരണ രോഗികൾ ഒരു ഡിസ്ക് ബൾജിൻ്റെ പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ്റെ പെയിനുമായിട്ടൊരു ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിൽ ആ മരുന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം കറക്റ്റായിട്ട് സ്ട്രെച്ചും എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുമുണ്ട്. എന്നാൽ ഈ പെയിൻ മാറിയ ശേഷം അവർ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയും കൃത്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വരികയും എക്സസൈസ് ഇല്ലായ്മ ഇതൊക്കെ വീണ്ടും നമ്മുടെ ഒരു പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു 2-3 മാസം നമ്മൾ ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും ഈ ഒരു അവസ്ഥ ആവർത്തിക്കാറുണ്ട്. ചില ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് പോലും കോപ്പറേറ്റ് ചെയ്യാറില്ല. അവർ മരുന്ന് കഴിക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനപ്പുറം അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ പോസ്ചർ കറക്റ്റ് ചെയ്യാനോ അവരുടെ ആ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാനോ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും ആരും താല്പര്യം കാണിക്കാറില്ല. ഈ ഒരു പ്രവണത തെറ്റാണ്. ഡിസ്ക് ബൾജിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മരുന്നിനും ട്രീറ്റ്മെൻറ്റിനോടൊപ്പം രോഗിയുടെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ടൊരു ലൈഫിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ റിസൾട്ട് ഒരു പകുതി മാത്രമാണ് സക്സസ് ആവുള്ളൂ. ട്രീറ്റ്മെൻറ്റിന് ശേഷവും നമ്മൾ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതും ഒരുപാട് സമയം റോങ് പോസ്റ്ററിൽ മൊബൈൽ കാണുന്നതും വെയ്റ്റ് ലിഫ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും പഴയതുപോലെയൊക്കെ ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്തനിങ് സ്ട്രെച്ചസ് ഒക്കെ കൊടുക്കാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പഴയ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ രോഗിയുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ഡിസ്ക് ബൾജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, മുട്ട് വളയ്ക്കാതെ ഒരു കാല് പതുക്കെ റേസ് ചെയ്യുക. റേസ് ചെയ്യുന്ന സമയത്ത് നടുവിൻ്റെ ഭാഗത്തോ ഈ ഒരു തൈസിന് അടിഭാഗത്തോ പെയിൻ, വലിച്ചിൽ, ഒരു പെരുപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് മലർന്ന് കിടക്കുക. നമ്മളിപ്പോൾ വലത് കാലാണ് ആദ്യം ചെയ്യുന്നത്. വലത് കാലിൻ്റെ പാദം ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ സൈഡിൽ വെച്ച് പതുക്കെ ഒരു കൈ വെച്ച് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഷോൾഡർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. പിന്നെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ച് അനുഭവപ്പെടും. ആ സ്ട്രെച്ച് കൂടാതെ ഈ ഒരു ലോ ബാക്ക് ഏരിയയിൽ സിവിയർ ആയിട്ടുള്ള പെയിൻ, ഇതിങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇവിടെ നിന്നുള്ള വേദന ഇങ്ങോട്ടേക്ക് റേഡിയേറ്റ് ചെയ്ത് വരിക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഡിസ്ക് ബൾജിൻ്റെ തുടക്കത്തിലും മസിൽ സ്റ്റിഫ്നെസ് ഉള്ളപ്പോൾ നമ്മുടെ മസിൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കുറേ സമയം ഇരുന്നിട്ടുള്ള പെയിൻ, സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗത്ത് മസിൽസ് സ്റ്റിഫ് ആവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിലാക്സേഷൻ്റെ ഭാഗമായിട്ടും ഈ ഒരു സ്ട്രെച്ച് ചെയ്യാം. ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മസിൽ നല്ല ലൂസ് ആവുകയും നമ്മുടെ ഒരു സൈറ്റൻ നെർവിൻ്റെ കംപ്രഷൻ ഉണ്ടെങ്കിൽ അത് ലൂസായി കിട്ടുകയും ഒരു പെയിൻ സഡൻ ആയിട്ട് കുറയുകയും ചെയ്യാറുണ്ട്. ഇതൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെച്ച് ചെയ്യാം.
അതുപോലെ ഈ കാലിലും ചെയ്യാം. പിന്നെ ഒരു എക്സസൈസ് വന്നിട്ട് 2 കാലുകളും മടക്കി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് നല്ലപോലെ ഉയർത്തുക. നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. മാക്സിമം ഈ ഒരു സ്ട്രൈറ്റ് ലെവലിൽ നമ്മുടെ ഹിപ്പ് വന്നിട്ട് ചെസ്റ്റിന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇതും ഒരു നമ്മൾ ഇൻഹെയിൽ ചെയ്തൊരു 10 വരെ കൗണ്ട് ചെയ്യുക. വയറ് നല്ല സ്ക്യൂസ് ചെയ്ത് പിടിക്കണം, ഉള്ളിലേക്ക് പിടിക്കണം. ഈ ഒരു ഗ്ലൂട്ടിയൽ മസിലും ടൈറ്റൻ ചെയ്ത് പിടിക്കണം. ഇനി ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ലോവർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്. കമിഴ്ന്ന് കിടന്ന ശേഷം മുട്ട് വളയ്ക്കാതെ ഒരു കാല് ശ്വാസം എടുത്തുകൊണ്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. മുട്ട് വളയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ടൊരു ട്രാക്ഷനാണ് ഈ ഒരു ലംബാർ ഏരിയയിൽ കിട്ടുന്നത്. ശരിക്കും ആ ഒരു ട്രാക്ഷൻ കിട്ടുകയും ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ ആ ഒരു ട്രാക്ഷനിൽ കൂടി അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഒരു മൈൽഡ് സ്റ്റേജിൽ ഈ ഒരു എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെയിനും ആ ഒരു ടൈറ്റ്നസ്സും ഒക്കെ മാറിക്കിട്ടും. ഇത് 2 കാലിലും ഒരു 10 ടൈംസ് ആവർത്തിക്കാം. ഇതുപോലെ കമ്മിന്ന് കിടന്ന് 2 കൈയിലെ മുഷ്ടി ചുരുട്ടിയതിന് ശേഷം നമ്മുടെ ഒരു ഗ്രോയിൻ ഏരിയയിൽ വെക്കുക. അകത്തേക്ക് വെക്കുക. 2 കാലും ചേർത്ത് മുട്ട് വളയ്ക്കാതെ ഉയർത്താം. ഇപ്പോഴും ലംബാറിൻ്റെ ഏരിയയിൽ നല്ലൊരു ട്രാക്ഷൻ കിട്ടും. ഇതൊക്കെ നമുക്ക് ആ ഒരു ഡിസ്ക് ബൾജ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് വരുന്നതിന് മുന്നേ നമ്മുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ആണ്.